ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കർത്തൃദിവസത്തിന്റെ ഈ പ്രഭാതത്തിൽ ഒരു ആരാധന ചിന്ത നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കൈമാറുവാനായിട്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിലേക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കാം. എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. ഈ വേദഭാഗം നമുക്കെല്ലാവർക്കും അറിയാം. പ്രവാചകനായ യെശയ്യാവ് പ്രവാചക ആത്മാവിൽ യേശുക്രിസ്തുവിന് വരാൻ പോകുന്ന കഷ്ടതയെയും പിൻവരുന്ന മഹത്വത്തെയും കണ്ടുകൊണ്ട് എഴുതുന്ന വാക്കുകളാണ് നാം ഇപ്പോൾ വായിച്ചത്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു പദപ്രയോഗം, എന്റെ ദാസൻ കൃതാർത്ഥനാകും. എന്താ കൃതാർത്ഥനാകുക എന്ന് പറഞ്ഞാൽ? കൃതാർത്ഥത. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ കൃതാർത്ഥത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അവിടുന്ന് സംതൃപ്തനാകും. ഹി വിൽ ബി സാറ്റിസ്ഫൈഡ്. വേറൊരർത്ഥം, അവിടുന്ന് എല്ലാവരുടെയും മുമ്പിൽ ആദരിക്കപ്പെടും. ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് കൃതാർത്ഥൻ എന്നുള്ളതിന് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ നാം ഒരു കാര്യം ഓർക്കണം. ആരാണ് കൃതാർത്ഥനായത്? ദാസനാണ് കൃതാർത്ഥനായത്. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ഓർക്കും, ലോകത്തിലുള്ള ഒരു ദാസനും സാധാരണ കൃതാർത്ഥരാകാറില്ല. ഉണ്ടോ? ഒന്ന് പറയാവോ? ലോകത്തിലുള്ള ഏതെങ്കിലും ദാസൻ കൃതാർത്ഥനായതായിട്ട് പറയാം? യേശു കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പറയണം, ഞങ്ങൾ അപ്രയോജന ദാസന്മാർ, അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാം. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ലോകം കണ്ട ആ ശ്രേണിയിൽപ്പെട്ട ഏകദാസനാണ്. ഏത് ശ്രേണിയിൽപ്പെട്ട? കൃതാർത്ഥനായ, അല്ലെങ്കിൽ സംതൃപ്തനായ, ഉയർത്തപ്പെട്ട ഏകദാസൻ നമ്മുടെ കർത്താവാണ്. കർത്താവിന് ദാസൻ എന്ന പ്രയോഗം വേദപുസ്തകത്തിൽ പലയിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പത്രോസിന്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ യേശു എന്ന നിന്റെ ദാസന് വിരോധമായി എന്ന് പറഞ്ഞ് അവിടെ പറയുന്നുണ്ട്. 2 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്, യേശു എന്ന നിന്റെ ദാസൻ. ദാസൻ എന്നതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡൂലോസ് എന്ന വാക്കിന്റെ അർത്ഥം എ ബോണ്ട് സെർവന്റ്, കെട്ടപ്പെട്ട അടിമ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി കെട്ടപ്പെട്ടു, സ്വാതന്ത്ര്യമില്ലാത്തവനായി തീർന്നു. അവന്റെ കൈകാലുകൾ ക്രൂശിനോട് ചേർത്ത് ബന്ധിച്ചു. അവന്റെ തലയിൽ രാജകിരീടം വെക്കേണ്ട സ്ഥാനത്ത് മുൾക്കിരീടം വെച്ചു. അവന്റെ വിലാവിൽ കുന്തമെടുത്ത് കുത്തി. കർത്താവിന്റെ പുറം ചമ്മട്ടി കൊണ്ട് അടിച്ചു കീറി. കർത്താവിന്റെ മുഖത്ത് അവർ തുപ്പി. മുഖത്തെ രോമം വലിച്ചു പറിച്ചു. കർത്താവിന്റെ കന്നത്തവർ അടിച്ചു. കർത്താവിനെ മുഷ്ടി ചുരുട്ടി കുത്തി. ഇനി എന്നാ ചെയ്യാനുള്ളേ? പക്ഷേ നാം 14-ാം വാക്യത്തിൽ കണ്ടു, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് എന്ത് ചെയ്തിരിക്കുന്നു? വിരൂപമായിരിക്കും
ആയിരിക്കുന്നു, അല്ലെങ്കിൽ രൂപമായിരിക്കൊണ്ട് പലരും അവനെ കണ്ട് എന്ത് ചെയ്തു? സ്തംഭിച്ചു പോയി. ഈ പ്രഭാതത്തിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. യേശു കർത്താവിനെ കണ്ട് എന്തിനാ സ്തംഭിച്ചു പോകുന്നത്? കർത്താവിനെ കണ്ട് സ്തംഭിച്ചു പോകാനുള്ള കാരണം എന്താ? അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് അവനായി തീർന്നു. എങ്ങനെയാ അങ്ങനെ ആയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചമ്മട്ടി എന്ന് പറയുന്ന അതിമാരകമായ ഒരായുധം, അതായത് ഒരു ചാട്ടവാറിന്റെ അറ്റത്ത് അസ്ഥികഷണങ്ങളും ഈയക്കട്ടകളും മുൾക്കൊളുത്തുകളും വെച്ച് പിടിപ്പിച്ച പിന്നിയ ഒരു തരം ആയുധമാണ് ഈ ചമ്മട്ടി എന്ന് പറയുന്നത്. ഒരാളെ ഈ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ഈയക്കട്ടകൾ ചെന്ന് പതിയുന്നിടം ചതയും. അതുപോലെ അസ്ഥികഷ്ണങ്ങളും മുൾക്കൊളുത്തുകളും ചെല്ലുന്ന സ്ഥലത്ത് അവ ആ ഇറച്ചിയുടെ മാംസത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ യാതൊരു കരുണയും കൂടാതെ നിർദാക്ഷിണ്യമായി ഒരൊറ്റ വലിയാണ് ഈ പടയാളി ചെയ്യുന്നത്. അങ്ങനെ വലിക്കുന്ന വേളയിൽ ആ വ്യക്തിയുടെ, ആ മനുഷ്യന്റെ ശരീരത്തിലെ മാംസങ്ങൾ പിഴുത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇഞ്ചിഞ്ചായി പീഡിപ്പിക്കപ്പെട്ടു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഉഴവുകാരന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകളെ നീളത്തിൽ കീറിയെന്ന് നാം വായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നീളത്തിൽ കീറപ്പെട്ടു. ചമ്മട്ടി കൊണ്ടുള്ള മാരകമായ അടിയാൽ അവിടുത്തെ പുറം ഒഴിവുചാലുകൾ പോലെ കീറപ്പെട്ടു. അവിടുന്ന് ഇതെല്ലാം സഹിച്ചത് നമ്മെ ഉദ്ധരിക്കാനാണ്, നമ്മെ വിടുവിക്കാനാണ്. എന്നാൽ നമുക്കറിയാം, ഇന്ന് രാവിലെ നാം വായിച്ച വേദഭാഗം, എന്റെ ദാസൻ കൃതാർത്ഥനാകും. എങ്ങനെയാണ് അവിടുന്ന് കൃതാർത്ഥനായത്? നമുക്ക് വേണ്ടി ക്രൂശ് മരണം സഹിച്ച്, നമുക്ക് വേണ്ടി ആ ക്രൂശിൽ ആരോരുമില്ലാത്തവനായി, എല്ലാവരാലും കൈവിടപ്പെട്ട്, ഒടുവിൽ സ്വന്തം പിതാവിനാൽ പോലും കൈവിടപ്പെട്ട് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് ആ മരണം ആസ്വദിച്ചു. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. അങ്ങനെയാണ് നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കിയത്. ഈ കർത്താവിനെ എല്ലാ നന്ദിയോടും കൂടി ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന നന്ദി നിറഞ്ഞ സ്തുതിസ്തോത്രയാഗങ്ങൾ അവന്റെ പാതാരവിന്ദങ്ങളിൽ നമുക്ക് അർപ്പിക്കാം. ഒരു ദാസൻ ഒരിക്കലും കൃതാർത്ഥനായി എന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഒരൊറ്റ ദാസൻ മാത്രം കൃതാർത്ഥനായി. അതാരാണ്? യേശു ക്രിസ്തുവാണ്. ആ കൃതാർത്ഥപ്പെട്ട ആ ദാസന് നാം ഇന്ന് ക്രൂശിലല്ല കാണുന്നത്. ആ ദാസന്റെ മേലുള്ള എല്ലാ നിന്ദയും അപമാനവും പരിഹാസവും എല്ലാം നീങ്ങിപ്പോയിട്ട് ആ ദാസൻ ഇന്ന് രാജാതിരാജാവും കർത്താവുമായി ഉയർത്തപ്പെട്ട, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങൾക്ക് ഇന്ന് രാവിലെയും അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ദാസൻ കൃതാർത്ഥനായി. ഒരേ ഒരു സംഭവം മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. എങ്ങനെയാണ് കൃതാർത്ഥനായത് എന്ന് ഞങ്ങൾ ചിന്തിച്ചു. അങ്ങേക്ക് എല്ലാ ബഹുമാനവും സ്തുതിയും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ